ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ആഗ്രഹിച്ച് എന്താ പറയുക, ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടത് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ ഫങ്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ചെറുതായിട്ടും സാരി ഉടുക്കണം, മേക്കപ്പ് ചെയ്യണം, പിന്നെന്താ മൈലാഞ്ചി ഇടണം, വളരിടണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ സുറുമി ഇന്നലെ വന്നു കേട്ടോ. അപ്പോൾ സുറുമിയുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണം, കുട്ടീസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താ ഇനി മൈലാഞ്ചി ഇന്ന് ഇടാന്ന് വിചാരിച്ചു. നമ്മൾ പെട്ടെന്ന് ചുമക്കണ മൈലാഞ്ചിയാണ്. അപ്പോൾ ബിബിയാണ്. അപ്പോൾ നന്ദുട്ടി ഇന്ന് ഇടാന്ന് വിചാരിച്ചു. ഇന്നലെ കുട്ടീസിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ചുട്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാം ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചില്ല. ഈ വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കാം. അപ്പോൾ എന്താ ചുട്ടി വന്നിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് ഇത് വരുന്ന ദിവസം കഴിഞ്ഞു, എന്നാലും വന്നിട്ടില്ല. അപ്പോൾ എന്താ അതിന് വരാണെങ്കിൽ നമുക്ക് റിട്ടേൺ അടിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സുറുമിനോട് ഇന്ന് കാലത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ലഡു, ജിലേബി അങ്ങനത്തെ മധുരങ്ങൾ കുറച്ച് വാങ്ങിക്കണം. പുറത്താണെങ്കിൽ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. മഴ പെയ്താൽ പിന്നെ കൊളായെന്ന് പറയാം. എന്താവുന്നൊരു പിടുത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തുടങ്ങി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കുട്ടീസ് എല്ലാവരും എണീറ്റ് വന്നിട്ടുള്ളൂ. എൻ്റെ ക്യാമറയ്ക്കാണെങ്കിൽ എന്തോ ഒരു പ്രശ്നം, ഫ്രണ്ട് ക്യാമറ ക്ലിയർ ആവുന്നില്ല കേട്ടോ. കുട്ടീസിൻ്റെ നിന്ന് എപ്പോഴും വീണ് ഫോൺ എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റിയാലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ മുഖം കാണുന്നുണ്ടോയെന്ന് ഒന്നും അറിയില്ല, ആരൊക്കെ മുഖങ്ങൾ കാണുന്നുണ്ടെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ ഈ കുട്ടീസ് എല്ലാവരും എണീറ്റിട്ട് ഉമ്മർത്ത് മഴ ചെറുതായിട്ട് ഇങ്ങനെ ചിണുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ മഴ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ടെൻഷനിലിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൂച്ചയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ വട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക, ഗർഭിണിയായിട്ട് ഞങ്ങളുടെ വീട്ടിലെപ്പോഴും വരുന്നൊരു പൂച്ചയാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മളങ്ങനെ അധികം അങ്ങനെ അടുപ്പിക്കാറില്ല കുട്ടീസൊക്കെ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്രസവവേദന എടുത്തിട്ട് കരയുന്നതായിരുന്നു. പക്ഷെ ഉമ്മച്ചി വാതിൽ തുറന്നു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലെത്ര കുട്ടികളുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല. പക്ഷേ എല്ലാ കുട്ടികളും മരിച്ചു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടം പൂച്ച കടിച്ചിട്ട് ഒരു പൂച്ച നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ ഇങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ വാതിൽ പൂച്ച ഇങ്ങനെ തട്ടുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് തട്ടുന്നുണ്ട്. പക്ഷെ ഉമ്മച്ചാണെങ്കിൽ തുറന്നു കൊടുത്തില്ല. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അയ്യോ, തുറന്നു കൊടുക്കുകയായിരുന്നു. അപ്പോൾ പൂച്ച പിന്നെ വീണ്ടും 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ വയറിങ്ങനെ വീർത്ത് വന്നപ്പോൾ അത് വീണ്ടും ഗർഭിണിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇതേപോലെ തന്നെ രാത്രി ഇങ്ങനെ തട്ടുന്നു. അപ്പം ഉമ്മച്ചി വേഗം തുറന്നു കൊടുത്തിട്ടിനി നമുക്ക് അതിൻ്റെ ശാപം കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തുറന്നു കൊടുത്തപ്പോൾ അത് കുഞ്ഞ് റൂമുണ്ട്, അതിൽ കുറേ തുണികൾ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചാക്കിൻ്റെ ഉള്ളിലാണ് പ്രസവിച്ച് ഒരു കുട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ പോയി നോക്കുകയാണ്. കുട്ടീസ് ഇടയ്ക്കിട്ട് ഇങ്ങനെ നോക്കും. കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ പൂച്ചക്കുഞ്ഞ്, ഒരു കുഞ്ഞേ ഉള്ളൂ. അങ്ങനെ അതിനൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് എല്ലാവരും മൈലാഞ്ചി കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നിന്നോസിൻ്റെയും പിപ്പിക്കുട്ടിയുടെയും ചുച്ചുക്കുട്ടിയുടെ ഒക്കെ കയ്യിൽ മൈലാഞ്ചി നന്ദുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശുക്കുട്ടിയുടെ ഇട്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയാണ്, ഞാൻ ഇട്ട് തരാം ഐശുക്കുട്ടിക്ക് ചായക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഇന്ന് ഭൂരിയായിരുന്നു. ഭൂരിയും പിന്നെ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ കറി. അങ്ങനെ അതൊക്കെ കൂട്ടി എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസാൻകുട്ടനും അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സുറുമി ഒരു കുഞ്ഞു പാത്രത്തിൽ പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചാണെങ്കിൽ ബൂസ്റ്റ് ഇട്ട് പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മൈലാഞ്ചി ഇടാന്ന് വിചാരിച്ചപ്പോൾ നന്ദുട്ടിയാണെങ്കിൽ ഇന്ന് നടത്തണമെന്ന് വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ചുട്ടി വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി വരണമല്ലോ.
അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്തായാലും ചുട്ടി സുറുമിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം, എന്നിട്ട് ഇന്ന് തന്നെ നടത്താം എന്ന് പറഞ്ഞിട്ടാ. നമ്മൾ ശനിയാഴ്ചയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച സുറുമി തിരിച്ചു പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച തന്നെ നടത്താമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ അന്നാണെങ്കിൽ നന്ദുട്ടിക്കും നന്ദുട്ടിയുടെ അമ്മയ്ക്കും അമ്മാമ്മയ്ക്കൊക്കെ കൂടി ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇട്ട് തന്നിട്ട് വേണം പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മൈലാഞ്ചി ഇടായിരുന്നു കേട്ടോ അവള്. അപ്പോൾ അവർ ഉച്ചതിരിഞ്ഞ് പോയി. അത് കാരണം വളക്കപ്പം നമ്മൾ നടത്തിയപ്പോൾ ഒന്നും അവരില്ല, അവർ ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചുമക്കണ ബിഗ് ബി ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് അധികം നേരം ഇരിക്കാം, 2 കയ്യിൽ ഇട്ട് വന്നപ്പോഴത്തേനും ഞാൻ ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഇട്ടിട്ടും കുറേ നേരം എന്താ പറയുക ഇരിക്കണ്ടല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയപ്പോഴത്തേനും നമ്മൾ കഴുകി കളഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ സുറുമി ഭയങ്കര, ഞാൻ പറഞ്ഞു ഡെക്കറേഷൻ ഒന്നും വേണ്ട, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് സുറുമി ഇതേ വാഴലൊക്കെ പൊട്ടിച്ച് വളകാപ്പെന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ എന്നാൽ ശരി അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ മൈലാഞ്ചി. നഖത്തുമ്മൽ ലാസ്റ്റ് ഇട്ടിട്ട് അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഐശുക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം കഴുകി കളഞ്ഞ കാരണം കേട്ടോ. ആ നഖത്തിൻ്റെ ആ ഭാഗത്ത് തൊപ്പി വെച്ച ആ ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്ന ശരിക്കും ഉണങ്ങണേൽ മുന്നേ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുറുമി യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഐഡിയകൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ പായയിൽ നിറച്ചും വാഴൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് വളക്കാപ്പ് എന്നിങ്ങനെ എഴുതിയിട്ട് ആ ഒരു ഇത് കണ്ടു കേട്ടോ. അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് അവളൊരു കയറൊക്കെ കെട്ടി ജനാലമ്മ കെട്ടി പായൊക്കെ അതിൻ്റെ മേലെ കൂടെ എടുത്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി, എന്താ പറയുക, ഈ പായ ഫുള്ള് വാഴലാക്കണമെങ്കിൽ എന്തായാലും കുറേ വാഴല വേണം. പിന്നെ അത് എങ്ങനെ ഇരിക്കുമോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇരിക്കുമോ എങ്ങനെയാണ്, മുട്ട് സൂചി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സൂചി കുത്തി വെച്ച് വരുമ്പോഴത്തേനും വാഴല കീറിപ്പോവുമല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഉമ്മച്ചിയാണെങ്കിൽ ഈ ഒരു സാരി അലമാരിയിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ടായതും മൂത്തുമ്മ തന്ന സാരിയാണ്. മൂത്തുമ്മ 2-3-4 സാരി തന്നിട്ടുണ്ടായിരുന്നു കുട്ടീസിന് എന്തെങ്കിലും തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം അതിൽ രണ്ട് സാരി ഇട്ടിട്ടാണല്ലോ നമ്മൾ കുട്ടീസിന് ഡ്രസ്സ് തയ്ച്ചത്. അപ്പോൾ ഈ ഒരു സാരി നമുക്ക് വാഴലയ്ക്ക് പകരം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി അത് എടുത്തോണ്ട് വന്നു. അപ്പോൾ സുറുമി അത് പിൻ ചെയ്ത് വെക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ വളകാപ്പെന്ന് എഴുതിയിട്ടുള്ള വാഴല അത് മുട്ടിച്ച് വെക്കാനുണ്ടായി. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൂവൊക്കെ വേണമായിരുന്നു എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഇനി അതൊന്നും വേണ്ട, നമ്മൾ സിമ്പിളായിട്ടുള്ള നടത്തണേന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണിയോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുറുമി കുട്ടീസിനൊക്കെ വാരി കൊടുത്തു. ഞാനാണെങ്കിൽ വേഗം ഫുഡ് കഴിച്ചിട്ട് എനിക്കാണെങ്കിൽ കുറേ നേരം മൈലാഞ്ചി ഇടാനിരുന്നിട്ടേ ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം കെടുക്കാമെന്ന് വിചാരിച്ച് കിടന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ആദ്യം തന്നെ കുട്ടീസിനെ ഒരുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു വീഡിയോയിൽ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും ഡ്രസ്സ് കാട്ടിത്തരാണ് കേട്ടോ. ഇതാണ് ഐശുക്കുട്ടിയുടെ. ഐശുക്കുട്ടിക്കും ചുച്ചുക്കുട്ടിക്കും ഒരുപോലത്തെ, പിന്നെ നിന്നൂസിനും പിപ്പിക്കുട്ടിക്കും ഒരുപോലത്തെ, അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗെറ്റ് റെഡി വീഡിയോ ഒക്കെ അതിനിടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വല്യമ്മയും ആദിലാലിയും അവരൊന്നും വിളിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ സുറുമിയാണ് വല്യമ്മാനോട് വരാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ രാവിലെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചതിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുങ്ങുമ്പോഴത്തേനും ആദിലയും ആലിയും വല്യമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമില്ല, സുറുമിയും വല്യമ്മ അത്ര ആക്കിയുള്ളൂ കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കണം, പിന്നെന്താ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വേഗം ഗെറ്റ് റെഡി വീഡിയോ എടുത്തു കുട്ടീസിൻ്റെ. പിന്നെ എൻ്റെയും ഗെറ്റ് റെഡി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുറുമി കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിന്നൂസിനാണെങ്കിൽ കണ്ണ് എഴുതുന്ന സമയത്ത് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. അവൾ ഇങ്ങനെ ഓരോന്നും കണ്ണാടി നോക്കിയിട്ട് കണ്ടുപിടിക്കും കേട്ടോ. ഒരു വാല് അങ്ങനെ പോയി, ഒരു വാല് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുറുമി എഴുതി കൊടുത്തപ്പോൾ ഒരു പ്രശ്നമില്ല. വേറെ ആരെങ്കിലുമാണ് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾക്കൊരു പ്രശ്നമില്ല കേട്ടോ.
അങ്ങനെ അവരൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് അവരെ ഫൈനൽ ലുക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, പിന്നെ ഞാൻ ഒരുങ്ങാൻ വേണ്ടി പോയി. എനിക്കാണെങ്കിൽ ആ സാരി തേച്ചിട്ട് വലിയ പെർഫെക്റ്റ് ഒന്നും ആയില്ല, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. ബ്ലൗസ് ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു, അപ്പം ഞാൻ ലൂസ് അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം. പിന്നെ സുറുമിയാണ് എനിക്ക് സാരി ഏകദേശം ഉടുപ്പിച്ച് തന്നത് കേട്ടോ. അവൾക്കും വലിയ ഐഡിയ ഇല്ല. ഉമ്മച്ചിയും പണ്ട് സാരി തന്നെയാണ് ഫുള്ള് എടുക്കുകയാണ്, പക്ഷെ ഒരാൾക്ക് ഉടുപ്പിച്ച് കൊടുക്കാനായിട്ട് ഉമ്മച്ചിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ സാരിയും എന്താ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പിനാണെങ്കിലും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തട്ടിക്കൂട്ടൽ മേക്കപ്പൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വില കുറവിന് മീഷോയിൽ നിന്ന് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ. കുട്ടീസ് അത് അവിടെ ഇവിടെ ഇട്ട് കളിച്ച് നശിപ്പിച്ച് കളയാറാണ് പതിവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരുങ്ങാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. സുറുമിയുടെയിലാണെങ്കിലും ഉണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ ഒക്കെ അവൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. അപ്പോൾ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറയാൻ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉമ്മച്ചാണെങ്കിൽ പറയാൻ മറന്നുപോയി. അവളാണെങ്കിൽ കൊണ്ടുവരാറുണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ എന്താ പറയുക ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് മേക്കപ്പൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പരിപാടിയിലേക്ക് കടന്നു. ആദ്യം തന്നെ ഇതേ കുട്ടീസിനെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും വളയിടിക്കാമെന്ന് വിചാരിച്ചു. വളക്ക് ഇതേ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കുട്ടീസ് എല്ലാവരും കൂടിയിട്ട് വളമിട്ട് തരാണ് കേട്ടോ. മത്സരിച്ച് വളമിട്ട് തരുന്നുണ്ട് എൻ്റെ കയ്യുമ്മൽ. അങ്ങനെ കുറേ നാളായിട്ട് കുപ്പിവളൊക്കെ ഇട്ടിട്ട് പണ്ട് സ്കൂളിൽ ഇട്ടതാണ്. 10ാം ക്ലാസ്സിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ അമ്മായിയുടെ കുറേ കുപ്പിവളകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിയുടെ ചെറുപ്പത്തിലത്തെ കളയാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ അതിട്ടിട്ട് ഇങ്ങനെ ഒരേ കളറുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് ഒക്കെ ഇരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ ഇപ്പം എനിക്ക് കുപ്പിവളകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വളകളൊക്കെ ഇട്ട് തന്നു എല്ലാവരും. പിന്നെ മധുരം തരാൻ പറഞ്ഞപ്പോൾ അത് എല്ലാവരും കൂടി ഒരുമിച്ച് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മധുരം കഴിച്ച് എന്താ പറയുക, എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് പാടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടീസിൻ്റെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ വല്യമ്മാനോടും ഉമ്മച്ചീനോടും വളമിട്ട് തരാൻ പറഞ്ഞു കേട്ടോ. ഉമ്മച്ചിക്കൊക്കെ ചിരിച്ചിട്ടാണെങ്കിൽ ഒരു ഇതില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തണേ കേട്ടോ. അപ്പോൾ എന്താ അതിൻ്റേതായൊരു ചമ്മലിട്ടാ. പക്ഷേ എന്താ പറയുക, എൻ്റെ സന്തോഷമാണ് അവർക്ക് വലുത്. അപ്പോൾ ഞാൻ ആക്റ്റീവായിട്ടിരിക്കുമല്ലോ, എനിക്ക് സന്തോഷം കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് അവർ എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. സുറുമിയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും വല്യമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ദേ ആദില വളയൊക്കെ ഇട്ട് തന്നു. വളയാണെങ്കിൽ ഇങ്ങനെ റെഡ് കളറ്, ഗ്രീൻ കളറ്, ഗോൾഡൻ കളർ അങ്ങനെ തിരിച്ചിടേണ്ട വളയായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി ഇട്ടപ്പോൾ കുറേ പച്ച, കുറേ ചുമപ്പ്, അങ്ങനെ എന്താ പറയുക ഒരു ഇതില്ലാണ്ടാണോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് സെറ്റാക്കാമല്ലോ. പിന്നെ അത് ഊരി സെറ്റാക്കാനൊന്നും നിന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി. പുറത്താണെങ്കിൽ ആ സമയത്ത് മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചവരെയൊക്കെ നല്ല മഴക്കാറും മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ഉച്ചതിരിഞ്ഞ് സംഭവങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നല്ല മാനൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ വലിയ ഭാഗ്യമായി. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ്, അത് ഞാൻ ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത സുറുമി എടുത്തുന്ന ഫോട്ടോസ്. സുറുമി ഐസാങ്കുട്ടനാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലത്തെ വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് അവൻ്റെ കരച്ചിലാണ്. കാരണം എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണല്ലോ, കുട്ടീസ് എല്ലാവരും ഒരുങ്ങി. അവനാണെങ്കിൽ പുതിയ ഡ്രസ്സൊന്നും ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലിടുന്ന ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, സുറുമിയും ഒരുങ്ങിയേക്കണ് കണ്ടപ്പോൾ എവിടേക്കങ്ങാണ്ട് പോവാന്നുള്ള രീതിയിൽ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. സുറുമിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ കരഞ്ഞിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാം. പിന്നെ ആദിലും അവളും മാറി മാറി എടുക്കണുണ്ട് ടൈസാനെ ഉമ്മച്ചിയും. പക്ഷേ സുറുമിയുടെ അടുത്ത് മാത്രമേ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് നന്ദുട്ടിയും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അവർ വന്നപ്പോൾ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എന്തായാലും അവർക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം തന്നെ എന്താ പറയുക, ഉമ്മച്ചിയും പിന്നെ ഞാൻ ഇക്കാനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ വീണ്ടും കല്യാണ പെണ്ണായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എന്താ കല്യാണം 8 വർഷത്തിന് മുന്നുള്ള ഞങ്ങളുടെ കല്യാണ ആൽബം കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. അങ്ങനെ അത് നോക്കുകയാണ്. അപ്പോൾ അതിലത്തെ അതേപോലെ തന്നെ ഉണ്ട്. എനിക്കൊരു മാറ്റില്ല. അഞ്ചാമത്തെ ആണല്ലോ ഇപ്പോൾ ഡെലിവറി, എന്നാലും എനിക്കൊരു മാറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം കല്യാണ ആൽബമൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ സുറുമിയുടെ കല്യാണ ആൽബം ഉണ്ടായിരുന്നു. അപ്പോൾ ആദിലാനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ആദിലത് എല്ലാ ഫോട്ടോയിലും ഇങ്ങനെ മഞ്ഞ ഡ്രസ്സിട്ട് നിൽക്കുന്നുണ്ട്, മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട്. അപ്പോൾ എൻ്റെ കല്യാണ ആൽബത്തിൽ തന്നെയാണ് വളയിടലിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസും കല്യാണത്തിൻ്റെ ഫോട്ടോസും തലേ ദിവസത്തെ ഫോട്ടോസ് എല്ലാതും ഒരു ആൽബത്തിലാണ് കേട്ടോ, വലിയൊരു ആൽബം. അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിക്ക് നോക്കട്ടെ. അതാരാ അതറിയാ? അതാരാ? പിപ്പിയാണ്. ഇത് പിപ്പിയാണ്. ഇത് നോക്കിയേ, ഇതാരെന്ന് നോക്കിയേ, ഇത് പിപ്പി, ഇത് നിന്നു. നല്ലത്. അപ്പൊ സുറുമിയുടെ കല്യാണത്തിനാണെങ്കിൽ ചുറ്റുണ്ടായിരുന്നില്ല കേട്ടാ. പിപ്പി കുഞ്ഞായിരുന്നു. പിപ്പിനെ പ്രസവിച്ചിട്ട് 90 ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുന്നാണ് നമ്മുടെ സുറുമിയുടെ കല്യാണം ഉണ്ടായിരുന്നത്. കൊറോണ സമയത്തായിരുന്നു പിപ്പിനെ ഞാൻ പ്രസവിച്ചതും സുറുമിയുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് കാരണം വലിയ ആഘോഷം അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടൊരു കല്യാണമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണം എൻ്റെ അതേ സാരി കണ്ടില്ലേ. പിന്നെ എന്താ പറയുക, സ്വർണ്ണമൊക്കെ എനിക്ക് 25 പവനാട്ടോ ഉണ്ടായിരുന്നത്, 26 പവൻ. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. അതിനേലും എനിക്ക് അന്നത്തെ ഒരു മേക്കപ്പും സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, വേറൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മൾ വേഗം എന്താ പറയുക, ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടക്കാണ് കേട്ടോ. അപ്പോൾ ഹാളിൽ എല്ലാവരും കൂടി കിടക്കാമെന്ന് പറഞ്ഞിട്ട് കിടക്കൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഐസൻകുട്ടനാണെങ്കിൽ ഇപ്പോൾ ഇത് ഓടുന്ന ഓട്ടം കണ്ടായി, എന്ത് കുറുമ്പായിരുന്നു എന്നറിയോ. ഇനി ഭയങ്കര വാശിയായിരുന്നു. കരച്ചിലാണെങ്കിൽ നിർത്തണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോയി. നല്ല സന്തോഷം, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.